ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോവേർട്ടായ ഒരാൾക്ക് എങ്ങനെ എക്സ്ട്രോവേർട്ടായ ഒരാളായി മാറാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. അതായത് ഇൻട്രോവേർട്ടായ ഒരാൾക്ക് പൂർണ്ണമായും ഒരു എക്സ്ട്രോവേർട്ടായിട്ട് മാറാൻ സാധിക്കില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വഭാവത്തിൽ എക്സ്ട്രോവേർട്ടായ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കും. അതായത് ഒരു ഇൻട്രോവേർട്ടായ വ്യക്തിക്ക് എക്സ്ട്രോവേർട്ടായ ആളുകളെ പോലെ സോഷ്യൽ ലൈഫിൽ ആക്റ്റീവായിരിക്കാനും എക്സ്ട്രോവേർട്ടിനെ പോലെ തന്നെ അത്തരം സിറ്റുവേഷൻസിൽ എൻജോയ് ചെയ്യാനും സ്റ്റേബിളായി നിലനിൽക്കാനും സാധിക്കും. അതായത് എക്സ്ട്രോവേർട്ടോ ഇൻട്രോവേർട്ടോ ആയ വ്യക്തികൾക്ക് അവരുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും സാധിക്കും. സോ നിങ്ങളൊരു എക്സ്ട്രോവേർട്ടായ വ്യക്തിയാണെങ്കിലും നിങ്ങളൊരു ഇൻട്രോവേർട്ടായ വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള പോരായ്മകളും ഉണ്ടായിരിക്കും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോരായ്മകളെ മാറ്റിയെടുക്കാനും തിരുത്താനും സാധിക്കും. പക്ഷേ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ടായ വ്യക്തിക്ക് ഒരു എക്സ്ട്രോവേർട്ടായ വ്യക്തിയായി മാറാനോ ഒരു എക്സ്ട്രോവേർട്ടായ വ്യക്തിക്ക് പൂർണ്ണമായി ഒരു ഇൻട്രോവേർട്ടായ വ്യക്തിയായി മാറാനോ സാധിക്കില്ല. അതായത് നമ്മുടെ ഈ സ്വഭാവ ഗുണം പൂർണ്ണമായും നമ്മുടെ അസ്തിത്വത്തിലുള്ളതാണ്. സോ അതിനെ ഒരിക്കലും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനായി പറ്റില്ല. പക്ഷെ നമ്മളിലുള്ള പല ക്വാളിറ്റീസിനെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും പല പോരായ്മകളെയും തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റിയെടുക്കാനും സാധിക്കും. സോ ആദ്യം തന്നെ നിങ്ങളൊരു ഇൻട്രോവേർട്ടായ വ്യക്തിയാണെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ പ്രോബ്ലം അല്ലെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആണെന്ന് തിരിച്ചറിയുക. എക്സ്ട്രോവേർട്ടിനും ഇൻട്രോവേർട്ടിനും അതിൻ്റേതായ ക്വാളിറ്റീസ് ഉണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വാല്യൂബിൾ ആക്കി നിലനിർത്താനും നിങ്ങളുടെ ഐഡന്റിറ്റിയെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റുന്ന നിങ്ങളുടെ ജീവിതത്തെ പല പ്രതിസന്ധികളിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മഹത്തായ ഒന്നാണ് നിങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണങ്ങളെന്ന് മനസ്സിലാക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആളാണെങ്കിലും നിങ്ങളൊരു ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ടോ ഇനി അതും അല്ലെങ്കിൽ ആംബിവേർട്ടോ ആവട്ടെ, നിങ്ങൾ ഏത് സ്വഭാവ ഗുണമുള്ള വ്യക്തിയാണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും ആ സ്വഭാവ ഗുണത്തെ അതിലുള്ള ക്വാളിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളെല്ലാവരും തന്നെ എക്സ്ട്രോവേർട്ടിൻ്റെയും ഇൻട്രോവേർട്ടിൻ്റെയും ആംബിവേർട്ടിൻ്റെയും എല്ലാം വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം ഗുണങ്ങളെ പറ്റിയും പോരായ്മകളെക്കുറിച്ചും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന സ്വഭാവ ഗുണം എത്രത്തോളം പവർഫുൾ ആണെന്ന് പല വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പല ആളുകളും ഇപ്പോഴും ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് വളരെ മോശം സ്വഭാവ ഗുണമാണെന്നും ഒന്നിനും കഴിയാത്തതും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇടപഴകാൻ കഴിയാത്ത ഒരു കാറ്റഗറിയാണെന്നും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ ഈ ലോകത്ത് ആരും തന്നെ പൂർണ്ണമായും എക്സ്ട്രോവേർട്ടോ ഇൻട്രോവേർട്ടോ ആയി ജനിക്കുന്നില്ല. പല ആളുകളും ഇൻട്രോവേർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതായത് മിക്സ്ഡ് സ്വഭാവം കാണിക്കുന്ന വ്യക്തികളാണ് പല ആളുകളും. അതായത് നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ നിങ്ങൾ ഈ ഇൻട്രോവേർട്ടിൻ്റെ സ്വഭാവ ഗുണങ്ങളായിരിക്കും കൂടുതലായും കാണപ്പെടുന്നത്. എക്സ്ട്രോവേർട്ടിൻ്റെ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിൽ കുറവായിരിക്കും. അതായത് ഭൂരിഭാഗവും അല്ലെങ്കിൽ കൂടുതലും നിങ്ങൾ ഇൻട്രോവേർട്ടിൻ്റെ സ്വഭാവ ഗുണങ്ങളായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻട്രോവേർട്ടായ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ നിങ്ങളൊരു എക്സ്ട്രോവേർട്ടായ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കൂടുതലും എക്സ്ട്രോവേർട്ടായ വ്യക്തികളുടെ സ്വഭാവ ഗുണങ്ങളായിരിക്കും കാണിക്കുന്നത്. നിങ്ങളിൽ ഇൻട്രോവേർട്ടായ വ്യക്തികളുടെ സ്വഭാവ ഗുണങ്ങൾ കുറവായിരിക്കും. ഇനി ഈ രണ്ട് സ്വഭാവ ഗുണങ്ങളും ഒരുപോലെ കാണിക്കുന്ന വ്യക്തികളാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഇവരിൽ രണ്ട് സ്വഭാവ ഗുണങ്ങളും ഒരേപോലെ ഉണ്ടായിരിക്കും. അതായത് ഇൻട്രോവേർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും തുല്യമായ സന്തുലിതാവസ്ഥ കാണിക്കുന്ന വ്യക്തികളായിരിക്കും ആംബിവേർട്ടായ വ്യക്തികൾ. സോ നിങ്ങൾ ഏത് സ്വഭാവ ഗുണമുള്ള വ്യക്തിയാണെങ്കിലും ആ സ്വഭാവ ഗുണത്തെ റെസ്പെക്ട് ചെയ്യാനും അതിനെ അംഗീകരിക്കാനും ശ്രമിക്കുന്നത് പോലെ അതിൻ്റെ ക്വാളിറ്റീസിനെ മനസ്സിലാക്കാനും പോരായ്മകളെ തിരിച്ചറിയാനും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻട്രോവേർട്ടായ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു എക്സ്ട്രോവേർട്ടായ വ്യക്തിയായി മാറാനായി ശ്രമിക്കരുത്. അതുപോലെ ഒരു എക്സ്ട്രോവേർട്ടായ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഒരു ഇൻട്രോവേർട്ടായ വ്യക്തിയായി മാറണമെന്ന് ആഗ്രഹിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കഴിവുകളാണോ എന്തെല്ലാം ക്വാളിറ്റീസ് ആണോ വേണ്ടത് അത്തരം ക്വാളിറ്റീസിനെ നിങ്ങൾക്ക് ഏത് സ്വഭാവ ഗുണമുള്ള വ്യക്തിയാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ പല കഴിവുകളും പല ക്വാളിറ്റീസും ഉണ്ടാക്കിയെടുക്കാനും അതിനെ ആസ്വദിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിക്ക് എക്സ്ട്രോവേർട്ടിനെ പോലെ സോഷ്യൽ ലൈഫിൽ എങ്ങനെ എൻജോയ് ചെയ്യാനും അത്തരം സിറ്റുവേഷൻസിനെ എങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നതിനെക്കുറിച്ചുള്ള ചില വഴികളെക്കുറിച്ചാണ്. ഇതിൽ ആദ്യത്തേതാണ് ഗ്രാജുവൽ എക്സ്പോഷർ. സാമൂഹികപരമായി ഇടപഴകുമ്പോൾ അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത് ഇൻട്രോവേർട്ടായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒന്നാണ്. സോ ഇത്തരം സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിലേക്ക് ചെന്ന് കയറാനായി ശ്രമിക്കുക. അതായത് ചെറിയ രീതിയിൽ ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യാനും ആളുകളുമായി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനും അതിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കാനും ശ്രമിക്കുക. ചെറിയ രീതിയിലും സാവധാനത്തിലും മറ്റുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനായി ശ്രമിക്കുക. അത്തരം അവസരങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു വെക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ ചെറിയ ചെറിയ ഇവൻറ്റുകളും പാർട്ടികളും ഫംഗ്ഷൻസും എല്ലാം അറ്റൻഡ് ചെയ്യാനും അതുവഴി പുതിയ കണക്ഷൻസും ഫ്രണ്ട് സർക്കിൾസും ഉണ്ടാക്കിയെടുക്കാനും പുതിയ പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. സോ ഇത് വളരെ പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നല്ലെങ്കിലും സാവധാനത്തിൽ അതിലേക്കുള്ള ചുവടുകൾ എടുത്തു വെക്കാനായി ശ്രമിക്കുക. പതിയെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിനെ കുറയ്ക്കാനും അതുവഴി നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്തെടുക്കാനും ഇത് നിങ്ങളെ സഹായിക്കും. സോ പതിയെ മറ്റുള്ളവരോട് ഒരു ഹായ് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ടോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനും സാമൂഹിക ക്രമീകരണങ്ങളിൽ കൂടുതൽ ആശ്വാസം കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും.
നമ്പർ 2, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. യെസ്, ഇൻട്രോവേർട്ടായ വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ കേട്ടിരിക്കാനായി സാധിക്കും. സോ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് ആക്റ്റീവ് ലിസണിങ് പ്രാക്ടീസ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. അവർ പറയുന്ന കാര്യങ്ങളെ കൂടുതൽ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുകയും അതുവഴി നിങ്ങളുടെ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും ശ്രമിക്കുക. അവർ പറയുന്ന വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചെറിയ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ചിന്തകളിലും വികാരങ്ങളിലും യഥാർത്ഥ താല്പര്യം കാണിക്കാനും ശ്രമിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ആക്റ്റീവ് ലിസണിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനും മറ്റുള്ള ആളുകളെ തിരിച്ചറിയാനും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാനും സഹായിക്കും. നമ്പർ 3, ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ സോഷ്യൽ സ്കിൽസിനെ പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ പറയുന്നത് പോലെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയി മാറാനായി സാധിക്കും. സോ ഏതൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കേണ്ട സോഷ്യൽ സ്കിൽസിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത്തരം സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്തെടുക്കാനായി ശ്രമിക്കുക. സോ ഇതുവഴി നിങ്ങൾക്ക് കൂടുതൽ ബെറ്ററായി മാറാനും കൂടുതൽ പവർഫുള്ളായി മാറാനും സാധിക്കും. അതായത് നല്ല രീതിയിൽ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നിങ്ങളുടെ സ്കിൽ, അതുപോലെ നിങ്ങളുടെ ഓപ്പൺ ബോഡി ലാംഗ്വേജ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതുപോലുള്ള ക്വാളിറ്റീസ് എല്ലാം ഇംപ്രൂവ് ചെയ്തെടുക്കുന്നത് നിങ്ങളെ കൂടുതൽ ബെറ്ററാക്കി മാറ്റും. സോ ഇത്തരം സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തെടുക്കുന്നതിൽ പരിശ്രമിക്കുക. ഇതിനായി നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ നല്ല രീതിയിൽ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെടുക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും പക്ക ആയിരിക്കണം. സോ ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാനായി ശ്രമിക്കുക. നമ്പർ 4, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതും റിയലിസ്റ്റിക് ആയതുമായ ഗോൾസിനെ സെറ്റ് ചെയ്തു വെക്കാനായി ശ്രമിക്കുക. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നു, ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുമെന്നും ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ അറ്റൻഡ് ചെയ്യുമെന്നും നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും സ്ട്രേഞ്ചറുമായി നിങ്ങൾ സംസാരിക്കുമെന്നും ഒറ്റയ്ക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമെന്നും ഇത്തരത്തിൽ റിയലിസ്റ്റിക് ആയ പല കാര്യങ്ങളെയും ചെയ്തു നോക്കാനായി പരിശ്രമിക്കുക. അത്തരം കാര്യങ്ങളെ ഗോളായി സെറ്റ് ചെയ്തു വെക്കാനും ശേഷം അതിനെ അച്ചീവ് ചെയ്തെടുക്കാനും ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളെയും ഗോളായി സെറ്റ് ചെയ്തു വെക്കാനും ചെറിയ രീതിയിൽ തുടക്കമിട്ടുകൊണ്ട് അതിനെ അച്ചീവ് ചെയ്തെടുക്കാനും ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ തോന്നുന്ന പല മോശം ചിന്താഗതികളെയും മാറ്റിമറിക്കാനായി ഇത് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിനെ ആഘോഷിക്കാനായി ശ്രമിക്കുക. ഉള്ളിൽ അത് വെക്കുന്നതിന് പകരം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാനായി ശ്രമിക്കുക. ശബ്ദത്തിലൂടെയോ നിങ്ങളുടെ മൂവ്മെൻറ്റ്സിലൂടെയോ നിങ്ങളുടെ സന്തോഷത്തെ തുറന്നു കാണിക്കാനായി ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടുതൽ ഹാപ്പിയായും എനർജറ്റിക്കായും നിങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റായി നിലനിർത്താനായി സഹായിക്കും. 5ാമത്തേതാണ് ഫൈൻഡ് കോമൺ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളുമായി കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനും ശ്രമിക്കുക. ഇത് നിങ്ങളുടെ കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആക്കി നിലനിർത്താനും അർത്ഥവത്തായതും ഇമ്പോർട്ടൻ്റ് ആയതുമായ സംഭാഷണങ്ങളിൽ നിലനിൽക്കാൻ ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും. സോ ഇത്തരത്തിൽ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകൾ കണ്ടെത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. നെക്സ്റ്റ് പോയിന്റ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നിങ്ങൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കാനും നിങ്ങളെ തന്നെ കെയർ ചെയ്യാനും ശ്രമിക്കുക. ഇത് നിങ്ങളെ ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി ഫിറ്റായി നിർത്താനായി സഹായിക്കും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസും സെൽഫ് മോട്ടിവേഷനുമായി മാറും. അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായി സ്വയം പരിപാലിക്കുന്നത് ഉറപ്പാക്കാനായി ശ്രമിക്കുക. മതിയായ ഉറക്കവും വിശ്രമവും ഉറപ്പാക്കുക. ഡെയിലി എക്സസൈസ് ചെയ്യുക. ഹെൽത്തിയായ ഭക്ഷണ രീതി മെയിൻറ്റെയിൻ ചെയ്യാനായി ശ്രമിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും പിന്തിരിയാനും ശ്രമിക്കുക. നിങ്ങൾക്ക് സന്തോഷവും വിശ്രമവും നൽകുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായി ശ്രമിക്കുക. നിങ്ങളുടെ ഹോബീസും ഇൻട്രസ്റ്റും മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരിക്കാനായി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ സ്വയം പരിപാലിക്കുകയാണെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻ്റ് ആയി നിലനിൽക്കാനും കൂടുതൽ സ്ട്രോങ് ആയി പവർഫുള്ളായി മാറാനും സാധിക്കും. 7ാമത്തേതാണ് ചലഞ്ച് നെഗറ്റീവ് തോട്ട്സ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റീസിനെയും അതുപോലെ പൊതുസമൂഹത്തിൽ നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള നെഗറ്റീവായ തോട്ട്സിനെ കുറിച്ചോ ചിന്തിക്കുന്നത് നിർത്താനായി ശ്രമിക്കുക. സോ മറ്റുള്ളവർ നിങ്ങളെ എത്തരത്തിൽ കാണുന്നു എന്നത് നിങ്ങൾ നിങ്ങളെ എത്തരത്തിൽ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നതിലൊരു കാര്യവുമില്ല. നിങ്ങൾ നിങ്ങളെ എത്തരത്തിൽ കാണുന്നു എന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതായത് നിങ്ങൾക്ക് യാതൊരു വാല്യൂ നൽകുന്നില്ല എങ്കിൽ മറ്റുള്ളവരും നിങ്ങൾക്ക് വാല്യൂ നൽകാൻ പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് യാതൊരു വാല്യൂ നൽകിയില്ലെങ്കിലും അതിൽ യാതൊരു പ്രോബ്ലവുമില്ല. സോ നെഗറ്റീവായ പല അനുഭവങ്ങളും ഫേസ് ചെയ്യേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ പലരും നമ്മളെ ഒറ്റപ്പെടുത്തുമെന്നോ പുറന്തള്ളുമെന്നോ ഉള്ള ചിന്താഗതി മാറ്റിയെടുക്കാനായി ശ്രമിക്കുക. ജീവിതത്തിൽ പലതും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ശക്തികളെയും കഴിവുകളെയും കുറിച്ച് ഓർക്കാനായി ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനും പോസിറ്റീവായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും തിങ്ക് ചെയ്യാനും ശ്രമിക്കുക. 8ാമത്തേതാണ് സീക്ക് സപ്പോർട്ട്. നിങ്ങൾക്ക് ആവശ്യമായി വരികയാണെങ്കിൽ
ആവശ്യമായി വരികയാണെങ്കിൽ മാത്രം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടാനായി ശ്രമിക്കുക. നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റുന്നതും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒന്നാണ് ഈ തരത്തിലുള്ള നമ്മളുടെ ചെറിയ ചെറിയ പോരായ്മകളെല്ലാം. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നതിലൂടെ മാത്രമേ പലതും നേടിയെടുക്കാനും ഇംപ്രൂവ് ചെയ്തെടുക്കാനും സാധിക്കുകയുള്ളെന്ന് മനസ്സിലാക്കുക. സോ ഇനി നിങ്ങൾക്ക് യാതൊരു രീതിയിലും മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പോ മറ്റുള്ളവരിൽ നിന്നും സഹായമോ നേടാനായി ശ്രമിക്കുക. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കാനും സ്വയം ഇംപ്രൂവ് ചെയ്തെടുക്കാനും പരിശ്രമിക്കുക.